ഹലോ ഗൈസ്, ഒരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഷീറ്റും ഒരു കവർ പേജും മാത്രം മതി ഈ കാണുന്ന കുഞ്ഞൻ ഹാൻഡ് മെയ്ഡ് ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. വിശ്വാസം വരുന്നില്ലല്ലേ? വാ നമുക്ക് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഇതുപോലൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു നോട്ട്ബുക്കിൻ്റെ കവർ പേജ് ഇതുപോലെ അങ്ങ് കയറിയെടുക്കുക. ഇനി ഈ കാർഡ്ബോർഡിൽ നമുക്കൊരു സ്കെൽറ്റൻ വരച്ചെടുക്കാം. വേറെ ഒന്നിൻ്റെ അല്ല, ഷിപ്പിൻ്റെ തന്നെയാണ്. ഈ ഷിപ്പിൻ്റെ ഈ സ്കെൽറ്റനാണ് ഇതിൻ്റെ ബാക്ക് ബോൺ. ഈ വരച്ച് വെച്ചിരിക്കുന്ന സ്കെൽറ്റനിൽ ഈ ഒരു 6 വര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്യേണ്ട. ആ 6 വരയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരച്ച് അത് കട്ട് ചെയ്തിട്ട് അവിടെ പസിൽ പോലെ ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ആദ്യം വരച്ച ബോട്ടിൻ്റെ സ്കെൽറ്റൻ്റെ ഔട്ട്ലൈൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ട ബാക്കി 6 ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു സിസർ വെച്ച് ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച സ്കെൽറ്റനിൽ ഈ 6 പീസും ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ സ്കെൽറ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായി ഫിക്സ് ചെയ്യാം. അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഷിപ്പിൻ്റെ ഏകദേശം സ്കെൽറ്റൻ ഇതുപോലെ ഇരിക്കും. ഇതിൽ നിന്നാണ് ഇനി എല്ലാം വരുന്നത്. പസിൽ പോലെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. ഇനി നമ്മൾ ഷിപ്പിൻ്റെ പുറഭാഗം വയ്ക്കാൻ വേണ്ടി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ബുക്കിൻ്റെ കവർ പേജിൽ ഇതുപോലെ ലൈൻ ആയിട്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലോട്ട് ഓരോന്നോരോന്നായി ഒട്ടിക്കണം. ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറക്റ്റ് ബോർഡർ പിടിച്ച് ഒട്ടിക്കാണ്ട് ഒന്നിൻ്റെ മേലെ ഒന്നെന്നുള്ള രീതിക്ക് കയറിയിരിക്കുന്ന രീതിക്ക് വേണം ഒട്ടിക്കാൻ. എന്നാലേ നമുക്ക് ആ ഷിപ്പിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി കിട്ടത്തുള്ളൂ. അങ്ങനെ വെട്ടി വെച്ചിരിക്കുന്ന കവർ പേജ് എല്ലാം ഒരു സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം അടുത്ത സൈഡിലും ഒട്ടിക്കുക. രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ കവർ പേജ് ഒട്ടിച്ചതിന് ശേഷം ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ഷിപ്പ് കിട്ടാൻ പോവുക. പിന്നെ ഷിപ്പിൻ്റേതായ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതൊരു സൈഡിൽ മാർക്ക് ചെയ്ത് വരച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കറക്റ്റ് ഏകദേശം ഒരു ഷിപ്പിൻ്റെ രൂപസാദൃശ്യം നമുക്ക് ലഭിക്കുന്നതാണ്. ഏതാണ്ട് ഇതുപോലെ. ഷിപ്പ് വെള്ളത്തിൽ നിൽക്കുമെങ്കിലും ഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഫ്ലോർ വേണമെന്നുള്ളതുകൊണ്ട് ഫ്ലോറും ഇതുപോലെ കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഡീറ്റെയിലിംഗ് വർക്കാണ്. ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഈർക്കിലാണ്. ഈർക്കിൽ കൊണ്ട് ഞാൻ കുറച്ച് ഫ്ലാഗ്സ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്ത് ഡീറ്റെയിലിംഗ് വേണമെങ്കിലും നിങ്ങളുടെ ഷിപ്പിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്ലാഗ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഹാൻഡ് റെയിൽസ് നോക്കാം. ഹാൻഡ് റെയിൽസ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഈർക്കിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച ഈർക്കിലാണ് നമ്മളിവിടെ ഫെവിക്വിക്ക് കൊണ്ട് ഒട്ടിച്ച് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഷിപ്പിൻ്റെ ബോഡിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് നമ്മൾ ഫാബ്രിക് പെയിൻ്റ് അല്ല യൂസ് ചെയ്യുന്നത്, നോർമൽ വാട്ടർ കളറാണ്. കാരണം ഫാബ്രിക് പെയിൻ്റ് അടിച്ചാൽ കുറച്ച് ഒരു ഷൈനിങ് കിട്ടും. നമുക്ക് ആ ഷൈനിങ് വേണ്ട, അതുകൊണ്ട് നോർമൽ വാട്ടർ കളർ തന്നെ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതുപോലൊരു ഓറഞ്ച് കളർ ബേസ് കോട്ട് അടിക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗണോ കളർ കൊണ്ട് വാഷ് ചെയ്ത് വിടുക. അപ്പോൾ ഏകദേശമല്ല കറക്റ്റ് തന്നെ നമുക്കൊരു പൈററ്റ് ഷിപ്പിൻ്റെ ഒക്കെ ഒരു ബോഡി ലുക്ക് കിട്ടും. പിന്നെ നമ്മൾ കണ്ടേക്കുന്ന മിക്ക ഷിപ്പുകളിലും ഇതുപോലെ കയറങ്ങാടിങ്ങാടും വെച്ച് കെട്ടിയേക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ഡീറ്റെയിലിങ്ങിൽ ഉപകരിക്കും. അങ്ങനെ നമ്മുടെ ഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷിപ്പ് വെക്കാനൊരു ബേസ് വേണം. ആ ബേസിന് വേണ്ടി ഇതുപോലെ തന്നെ കാർഡ്ബോർഡ് ഷീറ്റ് ഷിപ്പിൻ്റെ സൈസിൽ കട്ട് ചെയ്തെടുക്കുക. കടലിൽ ഷിപ്പ് നിൽക്കുന്ന എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ആദ്യം വെള്ളത്തിൽ ഫെവിക്കോൾ ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. അങ്ങനെ പെയിൻറ്റിങ് കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മളുണ്ടാക്കിയ നമ്മുടെ മിനിയേച്ചർ പൈററ്റ് ഷിപ്പ് ഏകദേശമല്ല മൊത്തത്തിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തു നോക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.